ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹു അവൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽ മുനബ്ബിഹാത്തിലെ അടുത്ത വാചകം അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ല 215 വർഷം ഹിജറ 215 വർഷം വഫാത്തായ വലിയ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനരാണ്. ഡമാസ്കസിലായിരുന്നു. പിന്നെ ഇൽമിന് വേണ്ടി ബഗ്ദാദിലേക്ക് പോയി. തിരിച്ച് വീണ്ടും ഡമാസ്കസിൽ വന്നു. അവിടെ വച്ച് വഫാത്തായി. ഹിജറ 215 വലിയ സൂഫികളുടെ നേതാവായിരുന്നു മഹാൻ. അവിടെ നിന്ന് പറഞ്ഞു, ഫിൽ മുനാജാത്തി, അവിടെ നിന്ന് പടച്ചോനുമായിട്ടുള്ള മുനാജാത്ത് അഥവാ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനകളിൽ, അള്ളാഹുവിനോടുള്ള സംഭാഷണത്തിൽ അവർ പറയാണ്, മഹാൻ, ഇലാഹി ലഇൻ ത്വാലബ്തനി ബിദംബി ലഅത്ലുബന്നക ബിഅഫ്വിക. എൻ്റെ ഇലാഹായ റബ്ബേ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് പകരമായിട്ട് നീ എന്നോട് മുതാലബ നടത്തുകയാണെങ്കിൽ, അഥവാ അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുക. സൃഷ്ടാവായ നീ അങ്ങനെ എനിക്കെതിരെ നടപടി എടുത്താൽ ലഅത്ലുബന്നക ബിഅഫ്വിക, നിനക്ക് അഫുവ് എന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. നിനക്ക് അഫുവ് എന്ന് പറഞ്ഞാൽ നീ മാപ്പ് ചെയ്യണ ആളാണല്ലോ. ഇന്നക്ക അഫുവുൻ എന്ന് നമ്മൾ റമദാനിൽ ദുആ ഇറക്കണത്. നിൻ്റെ മാപ്പ് എന്ന സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവത്തെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ യാചിക്കും. എൻ്റെ തെറ്റിൻ്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് ചെയ്യാനുള്ളത് നിൻ്റെ അഫുവിനെ മുൻനിർത്തി, മാപ്പിനെ മുൻനിർത്തി നിന്നോട് ഞാൻ പ്രതീക്ഷയോടുകൂടെ തേടും. വലഇൻ ത്വാലബ്തനി ബിബുഖ്ലി ലഅത്ലുബന്നക ബിസഖായിക. എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പിശുക്ക് എന്ന സ്വഭാവം, അത് മോശമാണല്ലോ, അതിൻ്റെ പേരിൽ നീ എന്നെ പിടിക്കുകയാണെങ്കിൽ, ശിക്ഷിക്കുകയാണെങ്കിൽ, നിനക്കുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ, സഖാ അഥവാ ഔദാര്യം, ഉദാരശീലം, നിൻ്റെ ധർമ്മം, അത് മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ പ്രതീക്ഷയോടെ തേടും. വലഇൻ അദ്ഖൽതനി അന്നാറ ലഅഖ്ബർതു അഹ്ലന്നാർ ബിഅന്നി ഉഹിബ്ബുക. നീ എന്നെ നരകത്തിൽ കടത്തി എങ്കിൽ, നീ എന്നെ നരകത്തിൽ കടത്തുകയാണ് ചെയ്തത് എങ്കിൽ, നരകത്തിൽ കടക്കണ ആൾക്കാരോട് ഞാൻ പറയും, എനിക്ക് പടച്ചോനോട് വലിയ ഇഷ്ടമാണ് എന്ന് ഞാൻ പറയും. നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ നരകവാസികളോട് പറയും. 3 കാര്യങ്ങളാണ് മഹാനരുടെ ഈ വാചകത്തിലും ഉൾക്കൊണ്ടിട്ടുള്ളത്, ഈ പ്രാർത്ഥനയിൽ, ഈ മുനാജാത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിന് വലിയ ഉദാത്തമായ രീതികളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മുൻനിർത്തി തേടുക. റബ്ബിനോട് വലിയ ഇഷ്ടമുണ്ടാവുക. ഇതാണല്ലോ ഈ വാചകത്തിലൂടെ മഹാനര് നമുക്ക് പകർന്നു തന്ന ആശയം. മറ്റൊരു വാചകം പറയുകയാണ്, അസാദുന്നാസി മൻ ലഹു ഖൽബുൻ ആലിം വബദനുൻ സാബിർ വഖനാഅത്തും ബിമാ ഫിൽ യദ്. ഇവിടെയും ഒരു 3 കാര്യമാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിജയിച്ചവൻ ആലിമായ കൽബുള്ള ആളാണ്. ആലിമായ കൽബുണ്ട് അയാൾക്ക്, നല്ല വിവരമുള്ള കൽബുണ്ട്, ഹൃദയമുണ്ട് അയാൾക്ക്, കാര്യബോധമുള്ള, വിവരമുള്ള ഹൃദയമുണ്ട് അയാൾക്ക്, ക്ഷമിക്കുന്ന ശരീരവുമുണ്ട് അയാൾക്ക്, കയ്യിൽ എന്തുണ്ടോ, നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന മനോഭാവവുമുണ്ട്. ഖനാഅത്ത് മൂമിനിൻ്റെ സ്വഭാവമാണത്, അതുമുണ്ട്. അങ്ങനെ ഈ 3 ഗുണങ്ങളുള്ള ഒരു വ്യക്തി, അവനാണ് ഏറ്റവും വലിയ വിജയിച്ചവൻ, ഏറ്റവും വിജയി അവനാണ് എന്നും മഹാന്മാർ പറഞ്ഞു.
ഇബ്രാഹിമുൻ നഖഈ റളിയല്ലാഹു അൻഹു വലിയ മഹാനരാണ്. ഹിജറ 71 മഹാനര് വഫാത്തായിട്ടുണ്ട്. ശത്രുക്കളാൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഇബ്രാഹിമുൻ നഖഈ റളിയല്ലാഹു അൻഹു വളരെ പഴക്കമുള്ള ആളാണ്. കാരണം ഹിജറ 71 വഫാത്തായി. അവിടുന്ന് മഹാനര് പറഞ്ഞു, ഇന്നമാഹലക്ക മൻഹലക്ക കബലക്കും, നിങ്ങളുടെ മുമ്പുള്ള ആളുകളൊക്കെ ഇവിടെ നശിച്ചു പോയത്, അവരൊക്കെ ഹലാക്കായി പോയത് ബിസലാസി ഹിസാലിൻ, 3 കാര്യങ്ങൾ കൊണ്ടാണ്. 3 കാര്യങ്ങളുണ്ടായപ്പോൾ മുൻഗാമികളായ ഒരുപാട് ആളുകൾ ഹലാക്കായി പോയി, നശിച്ചുപോയി. ബിഫുദൂലിൽ കലാം ഒ ഫുദൂലിൽ ത്വആം ഒ ഫുദൂലിൽ മനാം. 3 ഫുദൂല് കൊണ്ടാണ് ആളുകൾ നശിച്ചത്. ഫുദൂല് എന്ന് പറഞ്ഞാൽ അനർത്ഥമായ കാര്യങ്ങൾ. അത് 3 ഫുദൂലാണ് ഉണ്ടായത്. ഒന്ന്, അനർത്ഥ സംസാരങ്ങൾ. എന്തൊക്കെയാ പറയണത്, എന്താ ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ എന്തൊക്കെ പറയുക വർത്താനം. അപ്പോൾ ഫുദൂല് വർത്തമാനം, ആവശ്യമില്ലാതെ വർത്താനം പറയാം. കാരണം ഈ വർത്തമാനമാണല്ലോ വലിയൊരു പ്രശ്നം, നാവാണല്ലോ വലിയൊരു അപകടം. സംസാരം കുറഞ്ഞാൽ അത് മനുഷ്യൻ്റെ രക്ഷക്ക് നിദാനമാണ്. അപ്പോൾ ഫുദൂലുൽ കലാം കൊണ്ടാണ്, വേണ്ടാത്ത വർത്താനങ്ങൾ കൊണ്ടാണ് മുൻഗാമികൾ നശിച്ചവരൊക്കെ നശിച്ചത്. വേറൊന്ന് ഭക്ഷണം, ആവശ്യത്തിൻ്റെ അപ്പുറത്ത്, ആവശ്യത്തിൻ്റെ തോതിനേക്കാളൊക്കെ കൂടുതലായിട്ടുള്ള ഭക്ഷണം, ആ ഭക്ഷണം കൊണ്ടുമാണ് നശിച്ചത്. പിന്നെ മറ്റൊന്ന് ആവശ്യത്തിൻ്റെ അപ്പുറത്തുള്ള വേണ്ടാത്ത ഉറക്കം, അതാണ് ഫുദൂലിൽ മനാം, അതുകൊണ്ടുമാണ് നശിച്ചത്. ഉറക്കം എന്നതിനൊക്കെ പരിധി വേണം മനുഷ്യന്. ആവശ്യമില്ലാതെ ഉറങ്ങരുത്. അങ്ങനെ വെറുതെ കിടന്ന് ഉറങ്ങുന്നവരെ ഔലിയാക്കളായ മഹാന്മാരൊക്കെ ജീഫത്ത്, ഒരു ശവം പോലെ എന്നൊക്കെ വിശേഷിപ്പിച്ചത് കിതാബുകളിൽ കാണാം. കാരണം ശവം, അതിന് ഹർക്കത്തില്ലല്ലോ, കാരണം ജീവനില്ലല്ലോ. അതുപോലെയാണ് എപ്പോഴും കയറി കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നവർ. യഹ്യ ഇബ്നു മുആദിൻ അർ-റാസി റളിയല്ലാഹു അൻഹു മഹാനര് പറഞ്ഞൊരു വാചകമുണ്ട്. അവിടെയും ഒരു 3 കാര്യമുണ്ട്. തൂബാലിമൻ തറക്കദ്ദുന്യാ ഖബല അൻ തത്റുക വബന ഖബറഹു ഖബല അൻ യദ്ഖുല വഅർള റബ്ബഹു ഖബല അൻ യൽഖാ. 3 കാര്യം. തൂബാലിമൻ തറക്കദ്ദുന്യാ ഖബല അൻ തത്റുക, ദുന്യാവ് ഇങ്ങോട്ട് ഉപേക്ഷിക്കുന്നതിൻ്റെ മുമ്പ് ദുന്യാവിനെ ഉപേക്ഷിച്ചവൻ, അവന് എല്ലാവിധ ഭാവുകങ്ങളും, അവന് എല്ലാ നന്മയുമുണ്ട്. അവനെ ദുന്യാവ് ഉപേക്ഷിക്കും കുറച്ച് കഴിഞ്ഞാൽ, അതാണ് അവൻ ഇവിടെ നിന്നുള്ള യാത്ര. അതിനു മുമ്പ് അവൻ ദുന്യാവിനെ ഉപേക്ഷിച്ച് കളഞ്ഞു. ഇപ്പം ദുന്യാവിനോടുള്ള അമിതമായ മോഹം അത് ഒഴിവാക്കിയവൻ, അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളുമുണ്ട്, സന്തോഷങ്ങളുമുണ്ട്. വബന ഖബറഹു ഖബല അൻ യദ്ഖുല, ഖബറിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ്, പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഖബർ പണിതവൻ, ഖബറിൽ കടക്കുന്നതിൻ്റെ മുമ്പ് ഖബർ പണിതവൻ, അവനും എല്ലാവിധ ഭാവുകങ്ങളും. ഖബർ പണിതവൻ എന്ന് പറഞ്ഞാൽ ഖബറിലേക്ക് പോകാനുള്ള ഒരുക്കം നടത്തിയവൻ എന്നാക്കാമല്ലോ. അല്ല, നേരത്തെ തന്നെ ഖബർ കുഴിച്ചു വെക്കൽ മാത്രമല്ല, ഖബറിൽ പോകുമ്പോൾ പോകാനാവശ്യമായ, ഖബറിലേക്ക് പോകാനുള്ള ഒരുക്കം അയാൾക്കുണ്ട് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ. വഅർള റബ്ബഹു ഖബല അൻ യൽഖാ, റബ്ബിനെ തൃപ്തിപ്പെടുത്തിയവൻ റബ്ബിനെ കാണുന്നതിൻ്റെ മുമ്പ് തന്നെ, റബ്ബിനെ കാണുമല്ലോ, അതിൻ്റെ മുമ്പ് തന്നെ റബ്ബിനെ തൃപ്തിപ്പെടുത്തിയവനാ. റബ്ബിന് ഇവനോട് തൃപ്തിയാണ്, ആ ഒരവസ്ഥയുള്ള ആള്, അവർക്കും തൂബ, എല്ലാവിധ ഭാവുകങ്ങളുമുണ്ട്, സന്തോഷവുമുണ്ട് എന്ന് മഹാനായ യഹ്യ ഇബ്നു മുആദിൻ അർ-റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. അള്ളാഹു നമ്മെ സജ്ജനങ്ങളിൽ പെടുത്തട്ടെ.